താങ്കൾ എന്നോട് CPM ൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഒന്ന് അതല്ല തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ പ്ലീസ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ഖഗൻ മർമു എന്ന് പറയുന്ന MLA, അദ്ദേഹം ഉത്തര മാൾഡാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നായിരുന്നു. 2001 മുതൽ 2019 വരെ MLA ആയിരുന്നു. അദ്ദേഹം BJP-യിൽ പോകുമ്പോൾ MP ആയി മത്സരിച്ചു. ഇപ്പൊ MP ആണ്. അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് CPM-ന്റെ MLA ആണ്, രാജിവെച്ചിരുന്നില്ല. മഫൂജ ഖത്തൂൽ 2001 മോഹന സാർ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു സാറേ. ഇപ്പൊ BJP-യിലാണ്. ഇനി അശോക് ദിന്ദ BJP-യിൽ പോയി. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാത്ത നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. തന്തയ്ക്ക് വിളി മത്സരമായി മാറിയിരിക്കുകയാണ്. ഈ തന്തയ്ക്ക് വിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. അല്ല, ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയി എന്തിന്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം പറഞ്ഞു കഴിയട്ടെ, നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ. പ്രയോഗത്തിൽ അല്ല, ചവിട്ടിയത് അണലിയാണില്ല. താങ്കൾ നിർത്തൂലേ? അതൊന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷുജയ്ക്ക് ശാന്തത അത് പറയുന്നില്ല. അത് കേട്ട നമ്പിശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ?